أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد وبارك وسلم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരി സഹോദരന്മാരെ, സഹൃദയരായ സത്യാന്വേഷികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ രാശിയുടെ മോക്ഷത്തിനു വേണ്ടി, അവരുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിനു വേണ്ടി, അവരുടെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും മാർഗദർശനം നൽകുകയും അവരെ സൽപന്ഥാവിലൂടെ നയിക്കുകയും ചെയ്യുവാൻ സർവജ്ഞനായ അള്ളാഹു പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം മുഖേന കനിഞ്ഞരുളിയ സർവസമ്പൂർണവും അത്യുത്കൃഷ്ടവുമായ ജീവിത രൂപരേഖയും തത്വസംഹിതയുമാകുന്നു പരിശുദ്ധ ഖുർആൻ. ആ വിശ്വോത്തര ഗ്രന്ഥത്തിന്റെ പ്രബോധകനും പ്രയോക്താവുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിശുദ്ധ ഖുർആനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സമസ്ത ലോകർക്കും വഴികാട്ടിയും മാർഗദർശിയുമാകുന്നു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്തായിരിക്കുമെന്നും അത്തരുണത്തിൽ അതിനുള്ള പരിഹാരം എന്താണെന്നും വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ ചില സംഗതികൾ നാം അറിയേണ്ടതുണ്ട്. ഇവിധമൊരു കാലഘട്ടത്തെ സംബന്ധിച്ചും ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുന്ന അടയാളങ്ങളെക്കുറിച്ചും വിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും എന്തു പറയുന്നുവെന്ന് നോക്കണം. അവ പരിശോധിക്കുകയും കാലത്തിന്റെ ഗതിവിഗതികൾ ഗ്രഹിക്കുകയും മോചനത്തിനുള്ള മാർഗമെന്തെന്ന് അന്വേഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും കർത്തവ്യമാകുന്നു. അവസാന കാലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചും തദ്ഘട്ടത്തിൽ ഉണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ചും അവയിൽ നിന്ന് വിമുക്തിക്കുള്ള മാർഗങ്ങളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലും സവിശദവും സുവ്യക്തവുമായ മാർഗദർശനങ്ങൾ വന്നിട്ടുണ്ട്. അവ പരിശോധിക്കുകയാണ് സത്യാന്വേഷണം എന്ന പേരിൽ നാം ഇവിടെ ചെയ്യുന്നത്. അവസാന കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ നിരവധി പ്രവചനങ്ങളുണ്ട്. അവയിൽ ചിലത് മാത്രം പരിശോധിക്കാം. ആ പവിത്ര ഗ്രന്ഥം ഒരിടത്ത് പറയുന്നു, ഇദാ ദുൽദിലത്തിൽ അർളു ദിൽദാലഹാ വഅഖ്റജത്തിൽ അർളു അസ്താലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭൂമി അതിന്റെ നിയത നിർണയത്തിനനുസൃതമായി ഒരു ഭയാനകമായ പ്രകമ്പനം മുഖേന കുലുക്കപ്പെടും. അഥവാ ലോകത്തൊരു വൻ മാറ്റം സംഭവിക്കുകയും മനുഷ്യർ സ്വാർത്ഥതകളിലേക്കും ലൗകിക പൂജകളിലേക്കും ശ്രദ്ധ തിരിക്കുകയും ചെയ്യും. തുടർന്ന് പറയുന്നു, തത്സമയം ഭൂമി അതിന്റെ മുഴുവൻ ഭാരങ്ങളും പുറത്തു കൊണ്ടുവരും. അതായത് മനുഷ്യ പ്രകൃതത്തിൽ നിക്ഷിപ്തമാക്കപ്പെട്ട സകല ഭൗമിക വിജ്ഞാനങ്ങളും ഭൗമിക തന്ത്രങ്ങളും ഭൗമിക കൗശലങ്ങളും ഭൗമികമായ പാരമ്യതകളും പ്രത്യക്ഷമാകും.
കൂടാതെ മനുഷ്യർ അധിവസിക്കുന്ന ഭൂമിയുടെ സവിശേഷതകളും അന്ന് വെളിപ്പെടും. ഭൂമി ഫലഭൂയിഷ്ഠമാവുകയും ഖനന വസ്തുക്കൾ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്യും. പ്രകൃതിയെ സംബന്ധിച്ചും കാർഷിക വിജ്ഞാനങ്ങളെക്കുറിച്ചും മനുഷ്യർ ബോധവാന്മാരാകും. ഖനികളും കാർഷിക പുരോഗതികളും മുഖേന ഭൂമിയുടെ ഭാരത്തെ അവർ പുറത്തു കൊണ്ടുവരും. അത്തരം വിസ്മയ ദൃശ്യങ്ങൾ കണ്ട് അത്ഭുത പരതന്ത്രനായി മനുഷ്യൻ പറഞ്ഞു പോകും, മാലഹ, ഇതിനെന്തു സംഭവിച്ചു? ഈ നവനവങ്ങളായ സാങ്കേതിക വിദ്യകളും നൂതനമായ വ്യവസായങ്ങളും പുതിയ പുതിയ വിജ്ഞാനങ്ങളും വെളിപ്പെട്ടതെങ്ങനെയാണ്? തത്സമയം ഭൂമി അഥവാ ഭൂമിയിലെ മനുഷ്യഹൃദയങ്ങൾ മനോഭാവത്തിൽ പറയും, അന്ന റബ്ബക ഔഹാലഹ, പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ നൂതന സത്യങ്ങൾ നമ്മളിൽ നിന്ന് സ്വയം വെളിപ്പെട്ടതല്ല, മറിച്ച് ഇത് ദൈവത്തിൽ നിന്നുള്ള ദിവ്യ സന്ദേശത്തിന്റെ ഒരു വകഭേദമാകുന്നു. കാരണം ഈ വിധത്തിലുള്ള അത്ഭുത ജ്ഞാനങ്ങൾ കണ്ടെത്തുവാൻ മനുഷ്യയത്നങ്ങളാൽ സാധിക്കുമായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു, വൈദൽ അർമ മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, ഭൂമി വികസിക്കപ്പെടുകയും അതിനകത്തുള്ളത് പുറത്തേക്ക് വമിക്കുകയും അത് ശൂന്യമായി തീരുകയും ചെയ്യുമ്പോൾ, അതായത് സകല ഭൗമിക ശക്തികളും പ്രകടമാവുകയും വെളിപ്പെടുകയും ചെയ്യും. ഭൂമി വികസിക്കുമെന്നാൽ ജനവാസമില്ലാത്ത സ്ഥലങ്ങൾ വെട്ടിത്തെളിയിച്ച് ജനവാസയോഗ്യമാക്കുമെന്നും ജനവാസം വർദ്ധിക്കുമെന്നുമാണ് വിവക്ഷ. ഭൂഗോള ശാസ്ത്രവും ഭൗമാന്തരീക്ഷ ഗവേഷണങ്ങളും ഭൂഗർഭശാസ്ത്രവും അത്യധികം വികസിക്കുമെന്ന താല്പര്യവും ഇതിനുണ്ട്. അവസാന കാലത്തുണ്ടാകുന്ന മറ്റൊരടയാളത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇപ്രകാരം പറയുന്നു, വൈദൽ ഇശാറു ഉസ്സിലത്, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് അറേബ്യൻ ജനതയിലാണ്. അതുകൊണ്ട് അറേബ്യൻ ജനതയുടെ വികാരങ്ങളെയും പ്രകൃതങ്ങളെയും ആവശ്യങ്ങളെയും അത് പ്രത്യേകം കണക്കിലെടുക്കുകയും അവയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം വിശുദ്ധ ഖുർആന്റെ സന്ദേശം അതിന്റെ പ്രഥമ ശ്രോതാക്കളായ അറബികൾ നല്ലപോലെ ഗ്രഹിക്കേണ്ടതുണ്ടായിരുന്നു. അവർ നല്ലപോലെ ഗ്രഹിച്ചെങ്കിലേ ഇതര ജനങ്ങൾക്ക് അത് പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം ചർച്ചാവിധേയമാക്കിയ വിശുദ്ധ ഖുർആൻ സൂക്തത്തിലെ പ്രവചനം എന്താണെന്ന് നോക്കുക. വൈദൽ ഇശാറു ഉസ്സിലത്, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടുമെന്നാണ് പ്രവചനം. അറബികളുടെ ഭക്ഷണവും വാഹനവും ഒട്ടകങ്ങളായിരുന്നു. ഒട്ടകത്തിന്റെ പാലും മാംസവും അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അപ്രധാനമല്ലാത്ത വസ്തുക്കളും. മരുക്കപ്പൽ എന്ന നിലയിൽ ഒട്ടകം അവരുടെ വാഹനങ്ങളിൽ അനുപേക്ഷണീയവുമായിരുന്നു. ട്രെയിനും മറ്റ് പെട്രോൾ വാഹനങ്ങളും വ്യോമവാഹനങ്ങളും കണ്ടുപിടിക്കപ്പെട്ടതോടെ ഒട്ടകം ഉപേക്ഷിക്കപ്പെട്ടു. അവസാന കാലത്ത് സംജാതമാകുന്ന ട്രാൻസ്പോർട്ട് വിപ്ലവത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടിയത്. ഹദീസിലും ഈ പ്രവചനം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയത്റുക്കന്നൽ ഖലാസ് ഫലാ യുത്അ അലൈഹ, ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടും, അവയുടെ മേൽ ആരും യാത്ര ചെയ്യുകയില്ല. മറ്റൊരടയാളത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇപ്രകാരം പറയുന്നു, വൈദ സുഹുഫു നുശിറത്, ഗ്രന്ഥങ്ങൾ പ്രചരിക്കപ്പെടുകയും പരക്കുകയും ചെയ്യുമ്പോൾ. ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരണങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനമാകുന്നു ഇത്. അച്ചടിശാലകളും തപാൽ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവാത്മകമായ പുരോഗതികളെ കുറിച്ചാണ് ഈ സൂക്തത്തിൽ സൂചന നൽകിയിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നു. ഈ കാലഘട്ടത്തിൽ ഈ പ്രവചനങ്ങളെല്ലാം പ്രത്യക്ഷരം പുലർന്നതായി നാം കാണുന്നു. അത്ഭുതകരമായ ഈ പ്രവചനങ്ങളുടെ പുലർച്ച കണ്ട് നാം വിസ്മയഭരിതരായി പോകുന്നു. ഈ കാലഘട്ടത്തിൽ പുലർന്ന മറ്റൊരു പ്രവചനത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ നാം ഇപ്രകാരം വായിക്കുന്നു, വൈദൻ നുഫൂസു സുബ്ബിജത്, ആത്മാക്കൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെടുമ്പോൾ. വിവിധ ജനതകളും രാജ്യങ്ങളും തമ്മിൽ സമ്പർക്കങ്ങൾ പുലർത്തുകയും ഒരൊറ്റ ജനതയെപ്പോലെ പരസ്പരം ബന്ധപ്പെടുവാനുള്ള സംവിധാനങ്ങൾ സംജാതമാവുകയും ചെയ്തപ്പോൾ ഈ സൂക്തത്തിലൂടെ ചെയ്യപ്പെട്ട പ്രവചനം പ്രത്യക്ഷരം പുലർന്നു. ഗതാഗത മാർഗങ്ങൾ വികസിക്കുകയും വാർത്താവിനിമയ സംവിധാനം പുരോഗമിക്കുകയും തപാൽ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്തതോടെ മനുഷ്യർ തമ്മിലുള്ള ദൂരവും രാജ്യങ്ങൾ തമ്മിലുള്ള അന്തരവും ഇല്ലാതാവുകയും ചെയ്തു. അങ്ങനെ ആത്മാക്കൾ ബന്ധിപ്പിക്കപ്പെട്ടു എന്ന പ്രവചനം വളരെ വ്യക്തമായി പുലർന്നതായി നാം കാണുന്നു. വിശുദ്ധ ഖുർആനിൽ കാണുന്ന മറ്റൊരു പ്രവചനം ഇപ്രകാരമാണ്, വൈദൽ വുഹൂഷു ഹുശിറത്, വന്യമൃഗങ്ങൾക്ക് സമാനമായി ജീവിതം നയിക്കുന്ന
അധകൃത ജനതകൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, അതായത് അപരിഷ്കൃത സമുദായങ്ങൾ പരിഷ്കാരങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കും. അവരിൽ മാനുഷിക മൂല്യങ്ങളും വിവേക ചിന്തകളും ഉടലെടുക്കും. അങ്ങനെ അധകൃതരായ ജനങ്ങൾ ഭൗതികമായി ഉയരുകയും ഉന്നതമായ സ്ഥാനമാനങ്ങൾ കരഗതമാക്കുകയും ചെയ്യും. ഭൗതികമായ വിജ്ഞാനങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും പ്രചാരണം കാരണം മാന്യന്മാരും നീചന്മാരും തമ്മിലുള്ള അന്തരങ്ങൾ ഇല്ലാതാവും. മാത്രമല്ല, നീചന്മാരുടെ ആധിപത്യം തന്നെ ഉണ്ടാകും. ഭരണ സാരഥ്യം, സമ്പദ് വ്യവസ്ഥയുടെ ചെങ്കോലും അവരുടെ കരങ്ങളിലെത്തും. ഇതേ കാര്യം തന്നെ വിശുദ്ധ ഹദീസുകളിലും നാം കാണുന്നുണ്ട്. ഈ പ്രവചനം വളരെ വ്യക്തമായി ഈ കാലഘട്ടത്തിൽ പുലർന്നതായി നാം ദർശിക്കുന്നു. ഭൂമിയിൽ നടക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ കാണുന്ന മറ്റൊരു പ്രവചനം ഇപ്രകാരമാകുന്നു. ഖുർആൻ പറയുന്നു, വൈദൽ ബിഹാറു സുജ്ജിറത്, സമുദ്രങ്ങൾ കീറിമുറിക്കപ്പെടുമ്പോൾ, അതായത് ഭൂമിയിൽ കൃത്രിമ തോടുകൾ വർദ്ധിക്കുകയും അതിലൂടെ ജലം ഒഴുക്കപ്പെടുകയും ചെയ്യും. കാർഷിക ഉപയോഗങ്ങൾക്കും ഗതാഗത ആവശ്യങ്ങൾക്കും വേണ്ടി സൂയസ് പനാമ തോടുകൾ പോലെയുള്ള പല കൃത്രിമ തോടുകളും കനാലുകളും ഉണ്ടാക്കിയതോടെ ഈ പ്രവചനവും വളരെ വ്യക്തമായി പുലർന്നിരിക്കുന്നു. കാർഷിക വിപ്ലവ സമയത്തുണ്ടായിട്ടുള്ള സംവിധാനങ്ങൾ ഈ പ്രവചനത്തിലേക്ക് സാക്ഷ്യം വഹിക്കുന്നവയാണ്. ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ട മറ്റൊരു പ്രവചനം വിശുദ്ധ ഖുർആനിൽ നാം ഇപ്രകാരം കാണുന്നു. വൈദൽ ജിബാലു നുസിഫത്, പർവ്വതങ്ങൾ തകർത്ത് ധൂളിയാക്കപ്പെടുമ്പോൾ, പർവ്വതങ്ങൾ തകർത്തുകൊണ്ട് അതിലൂടെ വഴികളും ഗതാഗത മാർഗങ്ങളും ഉണ്ടാക്കപ്പെടുമെന്നാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള പ്രവചനം. ഈ വിധത്തിൽ നോക്കുമ്പോൾ പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടുമെന്ന പ്രവചനം പുലർന്നു കാണാത്ത ഏതെങ്കിലും ഒരു പർവ്വതം ഭൂമുഖത്തുണ്ടോ എന്ന കാര്യം സംശയമാണ്. വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നു, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്ന പെൺപ്രജയെ പറ്റി ചോദിക്കപ്പെടും, അവൾ എന്ത് കാരണത്താലാണ് വധിക്കപ്പെട്ടത്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി അഥവാ സ്ത്രീ യാതൊരുവിധ സ്വാതന്ത്ര്യവും അർഹിക്കുന്നവളല്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുമ്പ്. അവൾ വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവും സാമൂഹ്യവുമായ ഊറ്റുവിലങ്ങുകൾക്കുള്ളിൽ കുരുങ്ങി ഞെളിവിരി കൊള്ളാൻ വിധിക്കപ്പെട്ടവളായിരുന്നു. എന്നാൽ ഇന്ന് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളും മഹിളാക്ഷേമ സംഘടനകളും സ്ത്രീപീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കുവാനുള്ള പ്രത്യേക കോടതികൾ വരെയും നിലവിൽ വന്നിട്ടുണ്ട്. അബലയായ അവൾ ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെടുന്ന വിധത്തിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. ചിലപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ കുഴിച്ചു മൂടപ്പെട്ടിരുന്നു. അടിച്ചമർത്തപ്പെട്ടിരുന്ന ആ സ്ത്രീ സമൂഹത്തെ പരിരക്ഷിക്കുവാൻ നിയമ സംവിധാനങ്ങളും പ്രായോഗിക മാർഗങ്ങളും ഈ കാലഘട്ടത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഈ മാറ്റത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പ്രവചനം ചെയ്തത്. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്നവളെ കുറിച്ച് ചോദിക്കപ്പെടും. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് ഇപ്രകാരം പറയുന്നു, വഇദസ്സമാഉ കുശിതത്, ആകാശത്തിന്റെ തൊലിയിരിക്കപ്പെടുമ്പോൾ, ഖഗോളശാസ്ത്ര മേഖലയിൽ നേടിയിട്ടുള്ള പുരോഗതികളും വാനലോകത്തേക്ക് മനുഷ്യൻ നടത്തിയിട്ടുള്ള ഗവേഷണ പരീക്ഷണങ്ങളുടെയും ഫലമായി ആകാശത്തിന്റെ തൊലിയിരിക്കപ്പെടുകയും യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 70,000 അടി ഉയരത്തിൽ പറക്കുന്ന ചാരവിമാനങ്ങളും അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ കൃത്രിമ ഉപഗ്രഹങ്ങളും ഇന്ന് സർവ്വസാധാരണമാണ്. ചൊവ്വയിൽ ജീവാംശമുണ്ടോ എന്ന ഗവേഷണത്തിലാണ് മനുഷ്യൻ ഇന്ന് മുഴുകിയിരിക്കുന്നത്. അല്ല, ചന്ദ്രനിൽ നട്ടുവളർത്തുവാനുള്ള വിത്തുകൾ വരെ മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. ഭൗതിക ലോകത്തെ പ്രത്യക്ഷമായ നിലയിൽ സംഭവിക്കുന്ന ഭൗമികമായ മാറ്റങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാണപ്പെടുന്ന പ്രവചനങ്ങളും അവയുടെ പ്രത്യക്ഷത പുലർച്ചയുമാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. എത്ര പരിശുദ്ധവും സത്യസമ്പൂർണവുമായ ഗ്രന്ഥമാണിതെന്ന് ഈ പ്രവചനങ്ങൾ വിളിച്ചോതുന്നു. അതുപോലെ തന്നെ ആത്മീയ ലോകത്ത് സംഭവിക്കുന്ന മാറ്റത്തെ സംബന്ധിച്ചും ധാർമ്മിക മൂല്യങ്ങളിൽ സംഭവിക്കുന്ന ച്യുതികളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായ പ്രവചനങ്ങൾ വന്നിട്ടുണ്ട്. വളരെ സംക്ഷിപ്തമായി അവ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇദാ ശംസു കുവിറത്
വൈദൻ നുജൂമുൻ കദറത് ഇദാ ശംസു കുവ്വിറത് സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ, അഥവാ അതികഠിനമായ ആത്മീയ അന്ധകാരവും അജ്ഞതയും അക്രമവും ലോകത്ത് വ്യാപിക്കും. നമ്മുടെ തലക്കുമീതെ കാണപ്പെടുന്ന സൂര്യൻ നാം കാണെ പേപ്പർ പോലെ ചുരുട്ടപ്പെടുമെന്നും അത് ഖിയാമത്തിന്റെ അടയാളമാണെന്നുമാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം വിശേഷ ബുദ്ധിക്കും വിശുദ്ധ ഖുർആനും വിപരീതമാകുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യനും ചന്ദ്രനുമെല്ലാം അവയുടെ സഞ്ചാരപഥത്തിൽ യാതൊരു തടസ്സവും കൂടാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ സൂര്യൻ ചുരുട്ടപ്പെടും എന്നത് പ്രകൃതി നിയമത്തിന് വിരുദ്ധവും വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനങ്ങൾക്ക് വിപരീതവുമാകുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അനുസൃതമായി ഈ സൂക്തത്തിന് അർത്ഥം നൽകുവാൻ നാം ഒരുമ്പെടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സൂര്യനോട് ഉപമിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഓ നബി, നാം നിന്നെ സാക്ഷിയും സുവാർത്തകനും നദീറ താക്കീതുകാരനുമായി അയച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് അവനിലേക്ക് ക്ഷണിക്കുന്ന ആളായും വസിറാജൻ മുനീറ കത്തിജ്വലിക്കുന്ന സൂര്യനായും നിന്നെ നാം അയച്ചിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സൂര്യനായി വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ചുരുട്ടപ്പെടും അഥവാ സൂര്യൻ മറക്കപ്പെടും എന്നുള്ള പ്രവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചുള്ളതാകുന്നു. ഇസ്ലാമിനെ നേരിടുന്ന താൽക്കാലികമായ ശോചനീയ അവസ്ഥയെക്കുറിച്ചാണ് ഇതിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. മുസ്ലിങ്ങളുടെ ദുശ്ചെയ്തികൾ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തിരുവചനം മറക്കപ്പെടുന്ന കാലം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മഹത്വം ജനഹൃദയങ്ങളിൽ നിന്ന് ഉയർന്നു പോകുമെന്നാണ് അതിന്റെ അർത്ഥം. ഈ പ്രവചനം പ്രത്യക്ഷരം പുലർന്നതായി നാം കാണുന്നു. സൂര്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് പ്രകാശം സിദ്ധിക്കുകയും സകല അന്ധകാരങ്ങളും അകറ്റുകയും ചെയ്യേണ്ടിയിരുന്ന മുസ്ലിം ഉമ്മത്തെ ആ തിരുപ്രവാചകന്റെ തിരുചര്യകൾ വിസ്മരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തിൽ നിന്നും നിർഗളിച്ചിരുന്ന പ്രകാശ നിർദ്ധരി ഉമ്മത്തിന്റെ തമോമയമായ ചെയ്തികളാൽ മറക്കപ്പെട്ടു. അങ്ങനെ ഇദ ശംസു കുവ്വിറത് എന്ന ഖുർആനിക പ്രവചനം വളരെ വ്യക്തമായി പുലർന്നു. ഖുർആൻ തുടർന്ന് പറഞ്ഞത് വൈദൻ നുജൂമുൻ കദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ എന്നാണ്, അഥവാ നിഷ്പ്രഭമാകുമ്പോൾ. നാം അധിവസിക്കുന്ന ഭൂമിയിലേക്ക് വാനത്ത് കാണുന്ന സ്ഥാനങ്ങൾ വന്ന് വധിക്കുമെന്ന് ഈ ആയത്തിന് അർത്ഥം നൽകുവാൻ സാധ്യമല്ല. അത് അസംഭവ്യവും വിശുദ്ധ ഖുർആൻ വിപരീതവുമാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിനെ സംബന്ധിച്ച് ഇപ്രകാരം അരുൾ ചെയ്തു, അസ്ഹാബിക്കൻ നുജൂമി ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സഹാബത്ത് നക്ഷത്രങ്ങൾക്ക് സമാനമാകുന്നു, നിങ്ങൾ അവരിൽ ആരാനുഗമിച്ചാലും സന്മാർഗം പ്രാപിക്കുന്നതാണ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും അഥവാ നിഷ്പ്രഭമാകും എന്ന ഖുർആനിക പ്രവചനം ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ വിലയിരുത്തുമ്പോൾ വളരെ വ്യക്തമായി പുലർന്നതായി മനസ്സിലാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസഹാബത്തിന് അനുകരിക്കുന്ന സ്വഭാവം മുസ്ലിം ഉമ്മത്തിൽ നിന്നും മറഞ്ഞുപോയി. തങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ചുള്ള അവബോധം ഉണ്ടായിരിക്കേണ്ടത് ഏതൊരു സമുദായത്തിന്റെയും നിലനിൽപ്പിനും ഉന്നതിക്കും പുരോഗതിക്കും അനിവാര്യമാകുന്നു. തങ്ങളുടെ മുൻഗാമികളുടെ ട്രഡീഷൻ നിലനിർത്തുന്നതനുസരിച്ചാണ് അവരിൽ ശക്തിയും ചെറുത്തുനിൽപ്പും ആത്മധൈര്യവും നവചൈതന്യവും നിലനിൽക്കുന്നത്. സഹാബത്തിനെ കുറിച്ചുള്ള അവബോധം ഇല്ലാതാവുകയും അവരുടെ മഹത്വപൂർവവും ത്യാഗോജ്വലവുമായ ജീവിതം ഉമ്മത്ത് വിസ്മരിക്കുകയും ചെയ്തു. സഹാബത്തിന് അനുകരിക്കുന്നതിന് പകരം പാശ്ചാത്യൻ സ്വകൽപിത സാംസ്കാരിക നായകന്മാരെയും സിനിമാ നാടക ലീലകളെയും അനുകരിക്കുവാൻ ഉമ്മത്തിന്റെ മക്കൾ തുടങ്ങി. ചുരുക്കത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാകുന്ന സൂര്യനെയും സഹാബത്താകുന്ന നക്ഷത്രങ്ങളെയും മാർഗദീപമായി സ്വീകരിക്കേണ്ട മുസ്ലിം ഉമ്മത്തെ അക്കാര്യത്തിൽ വിമുഖത കാണിച്ചു. തൽഫലമായി അവർ അധപ്പതനങ്ങളുടെ അഗാധകർഷങ്ങളിൽ ചെന്ന് പതിച്ചു. വിശുദ്ധ ഖുർആൻ മുസ്ലിം ഉമ്മത്തിനെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്
വലാ യകൂനൂ കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അല്ലാഹുവിനെയും അവനിൽ നിന്ന് അവതരിച്ച സത്യമായ വിശുദ്ധ ഖുർആനെയും ഓർത്ത് ഭയപ്പെടുവാൻ വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാനും അവർക്ക് സമയമായിട്ടില്ലേ? അവർക്ക് എന്ത് സംഭവിച്ചു? ഫതാല അലൈഹിമുൽ അമദ്, അവർക്ക് ഗ്രന്ഥം നൽകപ്പെട്ടതിന് ശേഷം ദീർഘകാലം കഴിഞ്ഞപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ ഭൂരിഭാഗവും ആജ്ഞാലംഘകരായി മാറി. മുമ്പ് വേദം നൽകപ്പെട്ട ജൂതരെ പോലെ ആകാതിരിക്കുവാൻ വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ തെര്യപ്പെടുത്തുന്നു. ഹദ്റത്ത് അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലതബിഉത്തുന്ന സുനന മിൻ ഖബ്ലികും ശിബ്റൻ ശിബ്റ വദിറാൻ ദിറാ ഹത്താ ലൗ ദഖലു ജുഹറ ലബ്ബിൻ തബിഅതുഹും ഖുൽനാ യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറ ഖാല ഫമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ സമുദായത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അനുഗമിക്കും. അവർ ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളും അവരനുഗമിക്കും. സഹാബത്ത് ആരാഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ പൂർവ്വ സമുദായം എന്നതിന്റെ വിവക്ഷാൽ യഹൂദു വൻ നസാറ, ജൂതരും ക്രൈസ്തവരുമാണോ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഫമൻ, മറ്റാരാണ് കൂട്ടരെ? അവസാന കാലത്ത് പുറപ്പെടുന്ന ഫിത്നകളെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായും വിശദമായും വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. അവ അക്ഷരം പ്രതി പുലർന്നതായി നാം കാണുന്നു. മുസ്ലിം ജനത സകല തുറകളിലും മതപതനങ്ങളുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് ആപതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാം അഥവാ സമാധാനമുണ്ടാക്കുക എന്ന പദത്തിനെ തീവ്രവാദം എന്ന പര്യായ പദം സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ നിഘണ്ടുകളിൽ സ്ഥലം പിടിച്ചിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ആശാകേന്ദ്രവും സംരക്ഷകരുമായ നേതാക്കന്മാർ അവർക്ക് പിന്നോക്ക സമുദായം എന്ന രാഷ്ട്രീയ പുരസ്കാരം സമ്മാനമായി വാങ്ങിക്കൊടുക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു. സമുദായത്തിന്റെ മസ്തിഷ്കമായി കരുതപ്പെട്ടിരുന്ന പണ്ഡിതന്മാർ ഉമ്മത്തിന് വിജ്ഞാനവരനെയും പതിതാവസ്ഥയും തങ്ങളുടെ ഫത്വകളിലൂടെ പാരിതോഷികമായി നൽകി. തീന്മേശയിലെ ഭക്ഷണ തളികളിലേക്ക് കൈനീട്ടിടുന്നത് പോലെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതുപോലെ ഉമ്മത്തിനെ കൊത്തിനുറുക്കുന്ന സംഘടിത ഫാസിസ്റ്റ് ശക്തികൾ അണിനിരന്നു കഴിഞ്ഞു. കണ്ണീരും ചോരയുമായി കലങ്ങി മറിയുന്ന ഉമ്മത്തിന്റെ മക്കൾ മുഖം പൊത്തിക്കരയുന്ന ഹൃദയഭേദകമായ കാഴ്ചകൾ നിത്യസംഭവങ്ങളായി മാറി. ശത്രുസഖ്യങ്ങളുടെ കടുകങ്ങളും കഠാരികളും ഉമ്മത്തിന്റെ നെഞ്ചകം പിളർക്കുന്ന ഭയാനക ദൃശ്യം കണ്ട് കടുകത കണ്ഠരായി വിങ്ങിപ്പൊട്ടുന്ന മുസ്ലിം ജനത ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കാണപ്പെടുന്നു. പെട്രോൾ ഡോളറുകളുടെ കുങ്കിഴ കരക്കുന്ന പീരങ്കികളും മിസൈലുകളും ശത്രുക്കളും മിത്രങ്ങളും ഉമ്മത്തിന്റെ മക്കളുടെ നേരെ ഒരുപോലെ തൊടുത്തുവിടുന്നു. ജൂത ക്രൈസ്തവ പടകളുടെ പാദസേവകരായി മാറിയ അറബ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ സഹോദര രാഷ്ട്രങ്ങളുടെ കഴുത്തറുക്കുവാൻ പാശ്ചാത്യൻ ദുശ്ശാസനന്മാരുടെ കൽപ്പനകൾക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഈ മാനിക രോഷം ആളിക്കത്താത്ത മുസ്ലിം ഹൃദയങ്ങളുണ്ടോ? അയൽക്കാരന്റെ കൂര കത്തുമ്പോൾ അതിൽ നിന്ന് കുറ്റിവീടി കത്തിക്കാൻ മറക്കാത്ത മുസ്ലിം രാഷ്ട്രങ്ങളുടെ കുബുദ്ധിയിൽ ലജ്ജ തോന്നാത്ത മുസ്ലിം ഉണ്ടോ? ലോകത്തീ വിധം നശിച്ചൊടുങ്ങുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ശോചനീയ അവസ്ഥ കാണുമ്പോൾ നാം ദുഃഖിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മലവെള്ളത്തിൽ ഒഴുകുന്ന ചണ്ടി പോലെയായി മാറി ഉമ്മത്തെ. അവരെ ഉദ്ധരിക്കുവാൻ ബാധ്യതയുള്ളവരും അമ്പിയാക്കളുടെ അനന്തരവന്മാരെന്ന് അവകാശപ്പെടുന്നവരുമായ ഉലമാക്കൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം കാക്കിളാക്കി സ്വയം മുസ്ലിമായി മാറുന്ന ദൃശ്യം നാം കാണുന്നു. ഭിന്നിപ്പിന്റെയും പിളർപ്പിന്റെയും തീച്ചൂളകളിലേക്ക് ഉമ്മത്തിനെ വലിച്ചെറിയുവാൻ അവർ കുഫ്റുകളുടെ ഫാക്ടറികൾ തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. മലയാളം പഠിച്ചാൽ കാഫിർ, ഇംഗ്ലീഷ് പഠിച്ചാൽ കാഫിർ, തലമുണ്ടനം ചെയ്തില്ലെങ്കിൽ അയാൾ കാഫിർ, ഖുതുബ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഓതിയാൽ അയാൾ കാഫിർ, ഖുതുബക്കും നമസ്കാരത്തിനും വേണ്ടി മൈക്കുപയോഗിച്ചാൽ കാഫിർ, മുജാഹിദ് കാഫിർ, ജമാഅത്തെ ഇസ്ലാമി കാഫിർ, തബ്ലീഗ് സുന്നി കാഫിർ എന്ന് വേണ്ട കാഫിർ പ്രൂഫായി ഒരു പുൽക്കൊടി പോലും മുസ്ലിം സമുദായത്തിൽ ഇന്ന് അവശേഷിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഇസ്രായേൽ ജനതയിൽ സംഭവിച്ചത് തീർച്ചയായും എന്റെ സമുദായത്തിനും സംഭവിക്കും. ഒരു ജോഡി ചെരുപ്പ് മറ്റൊന്നിന് സമാനമായിട്ടുള്ളതുപോലെ ഇസ്രായേൽ ജനതയും എന്റെ ഉമ്മത്തും പരസ്പരം സാദൃശ്യം പുലർത്തും. ഇങ്ങേയറ്റം ഇസ്രായേൽ ജനതയിൽ ആരെങ്കിലും തന്റെ മാതാവിനെ പരസ്യമായി പരിഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജനതയിലും അപ്രകാരം പ്രവർത്തിക്കുന്നവരുണ്ടാകും. ഇസ്രായേൽ ജനത 72 കക്ഷികളായി പിരിഞ്ഞു. എന്നാൽ എന്റെ സമുദായം ഒരടി കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് 73 കക്ഷികളായി പിരിയും. കുല്ലുഹും പിന്നാർ, അവരിൽ ഒരു കക്ഷി ഒഴികെ, ഇല്ലാ വാഹിദ, ഒരു കക്ഷി ഒഴികെ ബാക്കിയുള്ളവരെല്ലാം നരകാവകാശികളായി തീരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവരിൽ സ്വർഗാവകാശികൾ എന്ന് പറയപ്പെടുന്നവർ ആരായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തത്സമയം പ്രതിവചിച്ചു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹചരന്മാരും ഏതൊരവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നുവോ ആ സ്ഥിതിയിലുള്ളവർ. പരസ്പരം കുഫ്ർ ഫത്വകൾ നൽകി ഭിന്നിച്ചു നിൽക്കുന്ന സമുദായത്തെ കാണുമ്പോൾ ഒരു മുസ്ലിമിന് ദുഃഖം തോന്നുമെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനം അനുസരിച്ചാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് അയാൾ സമാധാനിക്കുന്നു. എന്നാൽ മറ്റൊരു ധർമ്മസങ്കടം, ഏത് കക്ഷിയാണ് യഥാർത്ഥത്തിൽ സ്വർഗാവകാശി എന്ന് ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന നിഷ്പക്ഷമതിയായ ഒരാൾ ശൈത്താനും ചെങ്കടലിനും മധ്യയായി പോകുന്നു. ഓരോ കക്ഷിയും മറ്റു കക്ഷികളെ സംബന്ധിച്ച് അവർ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്ന് വ്യതിചലിച്ചവരാണെന്നും അതുകൊണ്ട് മുസ്ലിങ്ങളല്ലെന്നും വളരെ വാശിയോടെ വാദിക്കുന്നതായി നാം കാണുന്നു. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നുവോ ആ സ്ഥിതിയിലുള്ളവർ അത് തങ്ങൾ മാത്രമാണെന്നാണ് സകല കക്ഷികളുടെയും വാദം. മാത്രമല്ല, മറ്റു കക്ഷികൾ കാഫിറുകളാണെന്ന് കൂടി അവർ ഓരോരുത്തരും ജൽപ്പിക്കുന്നു. ഒരു സാധാരണ മുസ്ലിം ഏത് കക്ഷിയിൽ ചെന്ന് ചേർന്നാലും, അത് ജമാഅത്താകട്ടെ, സുന്നിയാകട്ടെ, തബ്ലീഗാകട്ടെ, മുജാഹിദാകട്ടെ, ഏത് കക്ഷിയിൽ ചെന്ന് ചേർന്നാലും അയാൾ മറ്റു കക്ഷികളുടെ ദൃഷ്ടിയിൽ കാഫിറായി തീരുമെന്ന് തീർച്ചയാണ്. ഈ സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടി മുസ്ലിം പണ്ഡിതന്മാർ നൽകിയ കുഫ്ർ ഫത്വകൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. സുന്നികളെ സംബന്ധിച്ച് മുജാഹിദുകൾ നൽകിയ ഫത്വ ഇപ്രകാരമാണ്. സുന്നികളും മുജാഹിദുകളും ഇവിടെ ഭിന്നിച്ചത് അള്ളാഹുവെ മാത്രം ആരാധിച്ച് മുസ്ലിമാകണമോ, അവനോടുകൂടെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ദുആയിരന്ന് കാഫിറാകണമോ എന്ന മൗലിക പ്രശ്നത്തിലാണ്. പ്രശ്നം അടിസ്ഥാനപരമാണ്. സൽസബീൽ മാസികയിൽ മുജാഹിദുകളുടെ അനിഷേധ്യ നേതാവ് വെളിയങ്കോട് ഉമർ മൗലവി എഴുതിയതാണ് 1984 ജൂൺ ലക്കത്തിൽ. മുജാഹിദുകളെ സംബന്ധിച്ച് സുന്നികൾ നൽകുന്ന ഫത്വയും ഇതേപോലെ തന്നെയാണ്. അവർ പറയുന്നു, നജ്ദിൽ പ്രത്യക്ഷപ്പെട്ട ശൈത്താൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും അയാളുടെ മാർഗദർശി ഇബ്നു തൈമിയയുടെയും വഴികളെ അനുകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനക്കാർ പച്ച കാഫിറുകൾ തന്നെയാണ്. പട്ടാമ്പിക്കാരനായ TK മുഹമ്മദ് ബാക്കവി എഴുതിയ ഉംബുലത്ത് എന്ന പുസ്തകത്തിന്റെ 84-ാം പേജിൽ നിന്നാണ് ഞാൻ ഈ ഉദ്ധരണിയെടുത്തത്. ജമാഅത്തെ ഇസ്ലാമിക്കാരെ സംബന്ധിച്ച് സുന്നികളുടെ പണ്ഡിതൻ മുഹമ്മദ് ബാക്കവി എഴുതുന്നത് ഇപ്രകാരമാകുന്നു. ത്രാസിന്റെ ഒരു തട്ടിൽ മുനാഫിക്കുകളായ മൗദൂദികളെയും മറുതട്ടിൽ കാഫിറുകളായ ഇസ്ലാഹിക്കാരെയും, അതായത് മുജാഹിദുകളെ കയറ്റിയിരുത്തിയാൽ രണ്ടിന്റെയും തൂക്കം ഒരുപോലെ കാണാവുന്നതാണ്. ഉംബുലത്ത് പേജ് 84. ഇത്തരം കക്ഷിവഴക്കുകളും പരസ്പര ഭിന്നിപ്പുകളും നിസ്സാരങ്ങളും ശാഖാപരവുമാണെന്ന് പെരുമ്പറയടിക്കുന്ന ഉപരിപ്ലവ ചിന്താഗതിക്കാരെ നാം കാണാറുണ്ട്. എന്നാൽ ഒരു പ്രസ്ഥാനത്തിന്റെയും അമരക്കാർ അത് അംഗീകരിക്കുകയില്ല. ഒരു മുജാഹിദ് പണ്ഡിതൻ അത് സംബന്ധിച്ച് എഴുതുന്നത് ഇപ്രകാരമാണ്. മുസ്ലിങ്ങൾ തമ്മിൽ ഇന്ന് ഭിന്നിപ്പുള്ള പ്രശ്നങ്ങൾ വളരെയേറെ ഇല്ലെങ്കിലും അവ നിസ്സാരങ്ങളോ ശാഖാപരമോ അല്ല. മൗലികമായ അഭിപ്രായം അന്തരങ്ങളുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹു ബിൽ അഥവാ തൗഹീദിൽ തന്നെയാണ്
കേരള മുസ്ലിങ്ങൾ ഭിന്നിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പരിവർത്തനത്തിലൂടെ എന്ന പുസ്തകത്തിൽ മുഹമ്മദ് സുല്ലമി എഴുതിയിട്ടുള്ളതാണിത്. അതിന്റെ പേജ് 105 മുതൽ 108 വരെ നോക്കുക. ഈ വിഷയത്തെക്കുറിച്ച് സുന്നി പണ്ഡിതൻ പറയുന്നത് ഇപ്രകാരമാണ്: വഹാബികളും മുസ്ലിങ്ങളാണെന്ന് ഒരു വിഭാഗം ആളുകൾ ധരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. അടിസ്ഥാനപരമായ കാരണങ്ങളാലാണ് വഹാബികൾ ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തുപോയത്. വഹാബി വഞ്ചനയുടെ കാണാപ്പുറങ്ങൾ എന്ന പുസ്തകത്തിൽ ഹനീഫ ഫൈസി നെല്ലിക്കാട്ടിൽ എഴുതിയതാണിത്. ഓരോ കക്ഷികളും അടിസ്ഥാനപരമായി തന്നെ പിഴച്ചവരും കാഫിറുകളും മുശ്രിക്കുകളുമാണെന്നാണ് പരസ്പരം ആരോപിക്കുന്നത്. തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് സുന്നികൾ പറയുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭ